ദേ നോക്ക് ടീച്ചറെ, ഇത് കണ്ട. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയാൻ പാടില്ല അമ്മേ. വിവരം എന്ന് പറയാനായിട്ട് അനീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഫോണും കിട്ടണില്ല. വീട്ടിലെന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്രീയേട്ടാണ് എൻ്റെ തോൽത് നിന്നോണ്ടിരിക്കണേ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? നീ ഒരു കാര്യം ചെയ്, രാത്രി വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഒന്നും കൂടി നോക്ക്. കിട്ടാണ്ടിരിക്കൂല, കിട്ടും. നോക്കു മണി, യുവമാരൊന്നും വെറുതെ വിടരുത്. കേസ് കൊടുത്ത് കോടതി കയറ്റണം. എന്ത് ചെയ്യാനാണോ? ആ ചേച്ചി. ആ എന്തായി അനീഷേ? എന്റെ അനീഷ് എത്ര നേരമായിട്ട് ഞാൻ വിളിക്കണ അനീഷ്, ഫോൺ എന്തിയേ? ചേച്ചി ഇന്ന് ഫുള്ള് ഓട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഓട്ടായിരുന്നു. ഫോണാണ് ചത്തും പോയി. അല്ല മോക്ക് എങ്ങനെയുണ്ട്? ആ മോക്ക് കുറവുണ്ട്. നീ ഇത് കണ്ട അനീഷേ? കണ്ണി ചോരയില്ലാത്ത ചെയ്തല്ലേ ഇത്? അതിപ്പോ എന്ത് പറയാനമ്മ. നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ശരിയാവും. ചേച്ചി ഒരു മിനിറ്റ്. എന്ത് പറയാനാണ് ഇനി? അവരടുക്കണില്ലേ ചേച്ചി? ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ട് സംസാരിച്ചു. ഈ പർട്ടിക്കുലർ ബാച്ചിൽ വന്ന മാലയിൽ 4 എണ്ണത്തിന് സെയിം കംപ്ലൈന്റ് ഉണ്ട്. ആ പക്ഷെ അവരുടെ കേസിൽ അവർക്കൊക്കെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമ്മുടെ കേസിൽ ബില്ലില്ലാത്തോണ്ട് ബില്ല് കമ്പ്യൂട്ടറിനകത്ത് കാണില്ല. അതിൽ നിന്ന് എടുക്കാൻ വല്ല മാർഗം ഉണ്ടോ? ഇല്ല ചേച്ചി, അത് നടക്കില്ല. 1 മാസത്തിൽ കൂടുതൽ അവർ സേവ് ചെയ്യില്ല. ബാക്കപ്പ് ഹാർഡ് ഡിസ്കിൽ സാധനം ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. പോലീസ് ഇടപെട്ടാൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ പൊക്കാൻ പറ്റും. പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബില്ല് ഇഷ്യൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. ചേട്ടനാണ് ആകെപ്പാടെ ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്ക്. അത് കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ബാക്കി നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ? ഹലോ, ആ ചേട്ടാ. ഹലോ, എന്തായി? ഞാൻ ആശുപത്രിയിലാ ചേട്ടാ. അവർക്ക് ബില്ല് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എടി നീ ശരിക്കും നോക്കിയാ? നോക്കി. ഞാൻ ജ്വല്ലറിയിലോട്ട് പോണേന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കിയായിരുന്നു, കിട്ടിയില്ല. അമ്മയും മക്കളും എന്താന്ന് വെച്ചാ എടി, മനുഷ്യനായ കുറച്ചൊക്കെ അനുസരണ ഉത്തരവാദിത്വമൊക്കെ വേണം. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞാണ് ബില്ല് സൂക്ഷിച്ചു വെക്കണമെന്ന്. ബാക്കിയുള്ളവന്റെ വാക്കിന് എന്തെങ്കിലും വില നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി, ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇനി നീ എന്താന്നോ ചേച്ചി എന്നെ കൂടി തിരിച്ചു വിളിക്കണ്ട. അനീഷ് എന്ത് പറഞ്ഞു മോളെ? അവൻ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശ്രീയേട്ടനായിരുന്നു ഫോണില്. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞേ? എന്തു പറയാനാണ്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ, നിനക്ക് നാളെ പരീക്ഷയിലല്ലേ, നീ വീട്ടിലേക്ക് പോക്കോ. അമ്മയും കൂടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. അതിങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പോവാം. ഞാൻ പോയി ബില്ലപ്പി എടുക്കട്ടെ. ശ്രീയേട്ടൻ കുറ്റം പറഞ്ഞെങ്കിലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിടന്ന് ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ദണ്ണം വരും. എന്നോടൊരു 100 പ്രാവശ്യം പറയണതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന്. എൻ്റെ കയ്യിൽ തന്ന ബില്ല എന്നിട്ട് കൊണ്ടത് കളഞ്ഞിട്ട്. അപ്പൊ നീ എന്താ റെഡി ആയിക്കേ? എന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഒന്ന് പോയി ബാഗ് എടുത്തിട്ടേ. ദാ ഫോൺ. എന്റെ താക്കോലെവിടെ? താക്കോലി നിന്റെ ബാഗിലില്ലേ? ആ, വാ പോയിട്ട് വരാം അമ്മേ.